വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻവെസ്റ്റിംഗ് ഫോർ ബിഗിനേഴ്സ് എന്ന നമ്മുടെ വീഡിയോ സീരീസിലെ നാലാമത്തെ, അതായത് ഫൈനൽ വീഡിയോ ആണ് ഇന്നത്തേത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞ 3 വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി, ലേറ്റായി എന്നൊരു റിഗ്രറ്റ് നമ്മളിൽ ഉണ്ടാവരുത്, സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, SIP എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പം ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, പല ആളുകളും ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് കാണും, പല ബുക്സും വായിക്കും, പോഡ്കാസ്റ്റ് കേൾക്കും, റീൽസ് കാണും, പക്ഷേ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. 5 വർഷം കഴിഞ്ഞാലും അവർ അപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു ഫിനാൻസ് ക്ലാസ് അല്ല, ഒരു ആക്ഷൻ ക്ലാസ് ആണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അങ്ങനെ എല്ലാം അറിഞ്ഞൊരവസ്ഥ ആർക്കും ഇല്ല. എനിക്കും എല്ലാ കാര്യവും അറിയില്ല, നിങ്ങൾക്കും എല്ലാ കാര്യവും അറിയില്ല. പണ്ട് എൻ്റെ ഒരു സംസ്കൃതം മാഷ് പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. നമ്മളൊരു കടൽ തീരത്ത് പോയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് അത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ കയ്യിൽ പിടിച്ചതാണ് നമ്മൾക്കുള്ള അറിവ്. ബാക്കി ചുറ്റുമുള്ള എല്ലാ മണൽത്തരികളും നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പം ഇതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ പഠിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, പക്ഷേ ആക്ഷൻ എടുക്കാൻ മറക്കരുത്. ടേക്ക് ആക്ഷൻ റൈറ്റ് നൗ. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ യൂട്യൂബ് വീഡിയോസ് കണ്ട് പഠിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ്. ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ പണ്ട് തൊട്ടേ വീഡിയോസ് ഇടുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ആണ് കൂടുതൽ റെലവൻറ്റ് പഴയ വീഡിയോനേക്കാളും. കാരണം ഇന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നും കുറച്ച് അറിവുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും. സോ എവിടെയാണ് ഒരു തുടക്കക്കാരൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം ഒരു കമ്പനി സെലക്ട് ചെയ്യേണ്ട പ്രഷർ നമ്മൾക്കില്ല. ഒരു പ്രൊഫഷണൽ ടീമാണ് മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയുമ്പം AMC എന്ന വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. AMC എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്. അതായത് മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് AMC. ഉദാഹരണം പറയുകയാണെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ AMCs ആണ്. ഇവരാണ് അതിൻ്റെ അണ്ടറിലുള്ള പല മ്യൂച്വൽ ഫണ്ട്സിനെയും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്കൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ സാധിക്കുക? ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫിനാൻസ് ക്ലാസ് അല്ല, മറിച്ച് ഒരു ആക്ഷൻ ക്ലാസ് ആണ്. യു ഹാവ് ടു ടേക്ക് ആൻ ആക്ഷൻ. ഇന്ന് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ വളരെ ഈസിയാണ്. ഗ്രോ, ധൻ, Paytm മണി, സിറോദ കോയിൻ പോലുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്നില്ല. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് AMCൻ്റെ വെബ്സൈറ്റ് വഴി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ AMCയിലെ SBI മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങാം. പക്ഷേ എനിക്ക് പേഴ്സണലി ഈ ആപ്സ് ആണ് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം AMCൻ്റെ വെബ്സൈറ്റിൽ പോകണമെങ്കിൽ അവരുടെ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ അണ്ടറിലുള്ള സ്കീംസ് മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇത്തരം ആപ്സിലൂടെ നമുക്ക് എല്ലാ AMCൻ്റെ അണ്ടറിലുള്ള മ്യൂച്വൽ ഫണ്ട്സും നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ ആപ്സ് തന്നെ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആപ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഏത് ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇവിടെയാണ് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. ഏത് ഫണ്ട്, ഏതാണ് ബെസ്റ്റ് ഫണ്ട്, ഏതാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്ന ഫണ്ട്? സത്യം പറഞ്ഞാൽ ഈ ബെസ്റ്റ് ഫണ്ട് കണ്ടുപിടിക്കാൻ നടന്നിട്ട് പലരും വർഷങ്ങൾ കളയുന്നു. അതിനു പകരം പല ബിഗിനേഴ്സും ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ടിൽ നിന്നാണ് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങളൊരു ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ട് സെലക്ട് ചെയ്യുക. Nifty 50 ഇൻഡെക്സ് ഫണ്ട് സെലക്ട് ചെയ്യുക. എന്താണ് Nifty 50 ഇൻഡെക്സ് ഫണ്ട്? എന്താണ് Nifty 50? Nifty 50 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റാണ് Nifty 50. അതിൽ റിലയൻസ് ഉണ്ട്, ഇൻഫോസിസ് ഉണ്ട്, TCS ഉണ്ട്, ഏഷ്യൻ പെയിൻറ്റ്സ് ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്, ഇതുപോലുള്ള ഇന്ത്യയിലെ പല വലിയ കമ്പനീസ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ Nifty 50യിലെ 50 കമ്പനീസും പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വാങ്ങാം. പക്ഷെ അതിന് ഒരുപാട് പണം നിങ്ങൾ കൊടുക്കണം. അതിന് പകരം ഒരു എളുപ്പ വഴിയുണ്ട്. അതാണ് ഇൻഡെക്സ് ഫണ്ട്. ഇൻഡെക്സ് ഫണ്ട് എന്താണ് ചെയ്യുന്നത്? Nifty 50യിലുള്ള അതേ കമ്പനീസ് ഏകദേശം അതേ പ്രൊപ്പോർഷനിൽ വാങ്ങാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് Nifty 50 മുകളിലേക്ക് പോയാൽ ഇൻഡെക്സ് ഫണ്ട് മുകളിലോട്ട് പോകും. Nifty 50 താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടും താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് Nifty 50ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാർക്കറ്റിനെ തോൽപ്പിക്കുക എന്നതല്ല, മാർക്കറ്റിനെ ഫോളോ ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് എസ്പെഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് തന്നെയാണ് ഈ ഇൻഡെക്സ് ഫണ്ട്. അതുമാത്രമല്ല പല വലിയ ഇൻവെസ്റ്റേഴ്സും അവരുടെ വലിയൊരു പോർഷൻ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു അക്കൗണ്ട് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള ചലഞ്ച്. ഒരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. 500 രൂപ ഇല്ലെങ്കിൽ ഒരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. എമൗണ്ട് അല്ല, ആക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ഓർക്കുക, നിങ്ങളൊരു 5 വർഷത്തേക്ക് ഇൻവെസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ കണ്ട് പഠിച്ച് തുടങ്ങുന്നതിനേക്കാളും ഇന്ന് നിങ്ങളൊരു 500 രൂപ അല്ലെങ്കിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കുക. അപ്പം SIP ആയിട്ട് തന്നെ തുടങ്ങണമെന്നില്ല. ഒരു മ്യൂച്വൽ ഫണ്ട്, ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ ടൈം ആയിട്ടൊരു 100 രൂപ അല്ലെങ്കിൽ 500 രൂപ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി
ലെറ്റ്സ് ബൈ അവർ ഫസ്റ്റ് സ്റ്റോക്ക്. മ്യൂച്വൽ ഫണ്ട് വാങ്ങിയതിനു ശേഷം അത് നിങ്ങൾക്കൊരു ഐസ് ബ്രേക്കിംഗ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കുറച്ച് റിലാക്സ്ഡ് ആവും. അത് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക. ഒരു കമ്പനീൻ്റെ ഒരു ഷെയർ വാങ്ങിയാൽ മതി, ജസ്റ്റ് ലേണിങ്ങിന് വേണ്ടി. പക്ഷേ ഏത് കമ്പനി? നിങ്ങൾക്കറിയാവുന്ന ഒരു കമ്പനി, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു കമ്പനി, റിലയൻസ്, ഇൻഫോസിസ്, ഏഷ്യൻ പെയിന്റ്സ്, ടൈറ്റൻ, ബ്രിട്ടാനിയ, HDFC, ICICI, അല്ലെങ്കിൽ നിഫ്റ്റി 50 തന്നെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ കമ്പനി ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അവരെന്ത് പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. എന്നിട്ട് ഒരു ഷെയർ വാങ്ങുക. അപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. അതും നിങ്ങൾ പഠിക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഗ്രോ ആയിക്കോട്ടെ, പേടിഎം മണി ആയിക്കോട്ടെ, ദെൻ സിറോദ, ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാം. അത് വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾക്ക് അവരെന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയാതെ ഇങ്ങനെ അടിച്ചെടുത്ത് പോവുക. ആധാർ ചോദിക്കും, അതിങ്ങനെ ഓരോ നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ അറിയുന്ന ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഓഫീസിലൊന്നും പോയി കഷ്ടപ്പെടേണ്ട. ഓൺലൈനിൽ നിങ്ങൾ ഒരു ഫോണും ഒരു ആപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊരു ജസ്റ്റ് ഐസ് ബ്രേക്കറാണ്. ഒരു ഷെയർ വാങ്ങിയതുകൊണ്ട് നമ്മൾ ആരും ഇൻവെസ്റ്റർ എക്സ്പേർട്ട് ഒന്നും ആവില്ല. അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 500 രൂപ ഇട്ടുകൊണ്ട് വെൽത്ത് ഒന്നും ക്രിയേറ്റ് ചെയ്യാനും പോകുന്നില്ല. പക്ഷേ ഇതൊരു ഐസ് ബ്രേക്കറാണ്. ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങും. ആ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങും. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ വീഡിയോൻ്റെ ആദ്യം, ഞാൻ യോഗം എന്നതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ഇത് കുറച്ച് പേര് ബിഗിനേഴ്സിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ ചെയ്യുമോ എന്നതിൻ്റെ പുറത്ത് ഞാൻ ചെയ്തൊരു ബിഗിനർ ഫ്രണ്ട്ലി സീരീസ് ആണ്. അപ്പം ഇത്തരം വീഡിയോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒക്കെ പറയണല്ലോ. അങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളെ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഐസ് ബ്രേക്കർ ആയിട്ട് ഇടാൻ പോകുന്ന ആ ഒരു എമൗണ്ട് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണീൻ്റെ തുടക്കം കുറിക്കും. ഇല്ലെങ്കിൽ അതും കുഴപ്പമില്ല, നിങ്ങൾക്ക് സമയമായിട്ടില്ല, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും അവരവരുടെ ജേർണി ഉണ്ട്. കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾക്ക് പലതും തോന്നും, അപ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കും. അതുകൊണ്ട് ഫോമോ വേണ്ട, ഒന്നിനോടും ഫോമോ വേണ്ട. ഓക്കെ, ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. കറക്റ്റ് ടൈമിൽ എല്ലാം നമ്മളുടെ അടുത്തേക്ക് വരും. എല്ലാം നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റേർണലിയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. പേടി മാറ്റുക, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നമ്മൾ റെഡി ആകുമ്പോൾ മെല്ലെ തുടങ്ങാം. ഈ സീരീസിൽ ഞാൻ നിങ്ങളോട് 1 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആവാനും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു 100-500 രൂപ നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കണം എന്നതാണ്. കാരണം എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയത് വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് വലിയ ഡിസിഷൻസ് കൊണ്ടല്ല, ചെറിയ ഡിസിഷൻസ് റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോഴാണ് വെൽത്ത് ഉണ്ടാകുന്നത്. പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക, തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുക, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ എടുക്കുക. അത് പണത്തിൻ്റെ കാര്യത്തിലായാലും ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. തെറ്റിൽ നിന്ന് ഒരു പാഠം നിങ്ങൾ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുക. അതിപ്പം കരിയർ ഡിസിഷൻ ആയിക്കോട്ടെ, ഒരു ജോലി, മോശം ജോലിയിൽ കയറി നിങ്ങളിങ്ങനെ അത് ആലോചിച്ച് അയ്യോ ഇത് വേണ്ടിയിരുന്നു, നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചു പാഠം, പുതിയ ജോലി നോക്കുക, പുതിയ തീരുമാനങ്ങൾ എടുക്കുക, ആക്ഷൻ എടുത്ത് തുടങ്ങുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അത് ഫെയിലായി, അത് ആലോചിച്ച് നോക്കിക്കാണ്ട് ആക്ഷൻ എടുക്കുക, തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുക, റിഗ്രറ്റ്സ് ഒഴിവാക്കുക, പാസ്റ്റൊക്കെ പോയി ടേക്ക് ആക്ഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിലും ടേക്ക് ആക്ഷൻ. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് വർഷങ്ങൾ പോകുന്നത് നിങ്ങൾ അറിയില്ല. അപ്പോൾ ടേക്ക് ആക്ഷൻ ആൻഡ് സീ വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് ഓർ നോട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടോപ്പിക്സിലേക്കൊക്കെ പോവാം. നിങ്ങളുടെ സജഷൻസ് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം ടേക്ക് കെയർ.